മഹാശിവരാത്രി നാളിൽ പ്രത്യേക പൂജകളുമായി ശിവക്ഷേത്രങ്ങൾ. നൂറുകണക്കിന് വിശ്വാസികളാണ് ശിവക്ഷേത്രങ്ങളിൽ അതിരാവിലെ മുതൽ എത്തുന്നത്. തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിൽ നടന്ന സമൂഹ പൊങ്കാല ജനം TV MD ചെങ്കൽ എസ് രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നാമജപ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ക്ഷേത്രങ്ങൾ. അതിരാവിലെ മുതൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ എത്തിത്തുടങ്ങി. ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പം നിലകൊള്ളുന്ന തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാലയും നടന്നു. ജനം TV MD ചെങ്കൽ രാജശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയ്ക്ക് ആത്മീയതയെ പറ്റി അറിയില്ല, അവരെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. മൈനോറിറ്റി എന്നും പറഞ്ഞ് പലരും അവരുടെ രീതിയിലുള്ളതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ആൾക്കാർ അവർക്ക് സപ്പോർട്ട് രാഷ്ട്രീയം തെറ്റായ രീതിയിൽ കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഭാരതം സനാതന ധർമ്മത്തിലേക്ക് വേണ്ടി തിരിച്ചു വരുന്നതിൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ പ്രത്യേക ദിവസം. ശിവരാത്രി നാളിൽ വ്രതം അനുഷ്ഠിച്ച് ഓരോരുത്തരും ക്ഷേത്രങ്ങളിൽ എത്തി. പ്രത്യേക പൂജകൾക്കൊപ്പം കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ജീവൽ സമാധിയുള്ളൊരു ക്ഷേത്രമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമാണ്. പാണ്ഡവരുടെ കാലത്ത് കണ്ട പഞ്ചപാണ്ഡവരുടെ കാലത്ത് കണ്ടൊരു സമാധിയാണ് ഇത്. അതിന് മുകളിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് 80ാമത്തെ വർഷം ശിവരാത്രി ആഘോഷിക്കുകയാണ്. അപ്പം ശിവരാത്രിയുടെ പ്രാധാന്യം ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെയാണ്. യാമപൂജകൾ പ്രധാനമായിട്ടുമുണ്ട്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കായിരുന്നു. ജനം തിരുവനന്തപുരം.